ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങും ക്ലീനിങ് അങ്ങനത്തെ ഒരു സാധാരണ വ്ളോഗല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇരുമ്പ് പാത്രങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുന്നേ നിങ്ങൾ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. നേരത്തെ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു സെറ്റുണ്ട്. അതും പിന്നെ നോൺ സ്റ്റിക്കുമാണ്. ഇപ്പം നോൺ സ്റ്റിക്ക് ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒന്നല്ല രണ്ടെണ്ണം. അപ്പോൾ ഇത് ഇതാട്ടോ ഫസ്റ്റ് പാത്രം. ഇത് ഇരുമ്പ് പാത്രമാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ മീൻ വറക്കാനും അതേപോലെ മുട്ട പൊരിക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. നല്ലപോലെ സീസൺ ആയതാട്ടോ. പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കുറച്ച് കാസ്റ്റ് അയണിൻ്റെ പാത്രം മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് സ്കില്ലറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മീൻ വറുക്കാനായിട്ട് ആ സ്കില്ലറ്റാണ് ഉപയോഗിക്കാറ്. ഈ പാത്രത്തിൽ അങ്ങനെ മീൻ വറുക്കാനായിട്ട് ഉപയോഗിക്കാറില്ല, മുട്ട പൊരിക്കാനായിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കണം കേട്ടോ. നല്ല പാത്രം, നല്ലപോലെ വിട്ടുവരും. പിന്നെ എന്താണ്, നല്ലോണം മയപ്പെട്ട പാത്രം കേട്ടോ. അങ്ങനെ അപ്പം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത് നല്ലപോലെ സീസൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണമെന്ന് മാത്രം, പക്ഷേ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്കില്ലറ്റ്. ഇത് ഞാൻ വാങ്ങിയത്, ഇതും ഒരു ദോശക്കല്ലും ഒരു കടായും കൂടി ഞാനൊരു ഗ്രാമം സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ വാങ്ങിയതാണ്. അത് ഡെലിവറി ചാർജ് ഉണ്ട് അവർക്ക്. അത് ഞാൻ യൂട്യൂബിൽ അവരുടെ വീഡിയോ കണ്ടിട്ടാണ് അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യട്ടോ ചെയ്തത്. അപ്പോൾ അതിന് സീസൺ ചെയ്തത് പാത്രങ്ങളുമുണ്ട്, സീസൺ ചെയ്യാത്തതുണ്ട്. ഞാൻ വാങ്ങിയത് സീസൺഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല പാത്രമാണ്. ഇതിപ്പോൾ ഞാൻ മീൻ വറുത്ത് നല്ലപോലെ സീസൺ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദോശക്കല്ലാണെങ്കിലും നമ്മൾ നോൺ സ്റ്റിക്കിൽ എങ്ങനെ ദോശ ചുടുമ്പോൾ വിട്ടുവരുമോ അതേപോലെ വിട്ടുവരും. നല്ല അടിപൊളി പാത്രം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ നോക്കി നോക്കട്ടോ. ഇത് ഞാൻ വാങ്ങിയത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരണം കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ നല്ല പാത്രമാണ്. ഇതിന് സ്മൂത്ത് ഫിനിഷാണ് അതിൻ്റെ സർഫസ് വന്നത്. ബാക്കി ഈ കടായിയുടെയും ആദ്യത്തെ സ്കില്ലറ്റിൻ്റെയെന്ന് പറഞ്ഞാൽ റഫ് ഫിനിഷാണ്. പിന്നെ എന്താണ്, ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഓൺലൈനിലല്ലാതെ വാങ്ങിക്കില്ലേ സൈറ്റ്സ്, വേറെ ഓൺലൈൻ സൈറ്റ്സിൽ നിന്നൊക്കെ. അപ്പോൾ അതിനേക്കാളും റേറ്റ്, അതിന് ഡെലിവറി ചാർജ് ഇല്ലാതെ അത് വാങ്ങുന്നതിനേക്കാളും പൈസ കുറവിലാണ് എനിക്ക് ഇത് 3 ഡെലിവറി ചാർജോടെ കൂട്ടിയിട്ടും കിട്ടിയത് കേട്ടോ. അതിനേക്കാളും റേറ്റ് കുറവല്ലേ. അങ്ങനെ പിന്നെയാണെങ്കിൽ സീസൺ ചെയ്തുമാണ് വന്നത്. ഇപ്പോൾ നമ്മൾ അല്ലാതെ വാങ്ങിക്കുമ്പോൾ വേറെ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സീസൺ ചെയ്യാത്ത പാത്രങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടുള്ളൂ. ഇതിനൊക്കെ അങ്ങനെ ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അവരുടെ ഇതിൽ വാട്സപ്പ് നമ്പർ കാണും അവരുടെ വീഡിയോയുടെ അടിയിൽ. അപ്പോൾ അങ്ങനെ. പക്ഷേ ഈ പാത്രം മാത്രമേ കടായി ഒരു പ്രാവശ്യം ഞാൻ കുറച്ച് ഉപയോഗത്തിന് ശേഷമാണ് ഒന്ന് തുരുമ്പ് പോലെ കണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ യൂസേജിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ രണ്ടാമത് ഒന്ന് സീസണാക്കി എടുക്കുക കേട്ടോ ചെയ്തത്. ഈ പാത്രം ഞാനിവിടെ UAE വന്നതിന് ശേഷം വാങ്ങിയതാട്ടോ ഒരു ഷോപ്പിൽ നിന്ന്. ഇത് പൂരി ഉണ്ടാക്കാനും പപ്പടം വറുക്കാനും അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട് കഴുകി ഓയിൽ തേച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടാട്ടോ അങ്ങനെ ഇരിക്കണേ. നമ്മൾ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പം നല്ലപോലെ അതിൽ ക്ലീനാക്കി ഡ്രൈ ആക്കി എന്താണ് ഓയിലൊക്കെ പുരട്ടി വയ്ക്കണം കേട്ടോ. അപ്പോഴാണ്, ഇല്ലെങ്കിൽ അത് തുരുമ്പ് പിടിച്ചു പോകും. പിന്നെയും അത് പിന്നെ അന്നോടെ സീസൺ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് യൂസേജിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ പാത്രങ്ങളൊക്കെ. ഇത് ഞാൻ പറഞ്ഞില്ല ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് പക്ഷേ സീസൺ ചെയ്തതല്ലായിരുന്നു, ഞാൻ തന്നെ വാങ്ങിയതിന് ശേഷം സീസൺ ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലെപ്പോഴും ഇങ്ങനെ ഓയിൽ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യണ കാരണം ഇതിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഇങ്ങനെ ഓയിലിൻ്റെ ഇതിങ്ങനെ പിടിച്ചിട്ട് സ്റ്റിക്കി പോലെ തോന്നും. അത് നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്താൽ പോകും കേട്ടോ. പിന്നെ ഈ കടായി എന്ന് പറഞ്ഞാൽ വലിയ കടായിയാണ്. ഇത് വീട്ടിലിരുന്നത് കേട്ടോ, അമ്മയുടെ അടുത്തുണ്ടായിരുന്നതാണ്. അമ്മ അങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇരുന്ന് ഇതിൽ തുരുമ്പ് പോലെ വന്നായിരുന്നു കേട്ടോ. ഞാൻ കുറേ വാഷ് ചെയ്ത് ക്ലീനാക്കി സീസണാക്കി എടുത്തതാട്ടോ. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതും എൻ്റെ ഉപയോഗം കുറേ, കാരണം ഇത് ഇത്രയും വലുതായിരുന്നു, നമുക്ക് അങ്ങനെ റെഗുലർ യൂസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, ഇരുന്നിട്ട് ഇതിലും ഇങ്ങനൊരു നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് ഒരു പ്രാവശ്യം കളർ ചേഞ്ച് കണ്ടു. അപ്പോൾ ഞാൻ രണ്ടാമത് നല്ലപോലെ സീസണാക്കി എടുത്തതാട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ഓയിൽ തേച്ചില്ലായിരുന്നു. അത് ഞാൻ ഓയിൽ തേച്ചെടുത്താട്ടെ. 2 വശത്തും ഉള്ളിലും പുറത്തും തേക്കണേ. പക്ഷെ ഞാൻ ചിലപ്പോൾ
പുറത്ത് തേക്കാൻ വിട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് പുറത്ത് ആ തുരുമ്പിൻ്റെ അംശം എൻ്റെ ദോശക്കല്ലിൻ്റെ അടിയിൽ കണ്ടത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തേച്ച് 2 സൈഡിലും തേച്ച് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.